നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കപ്പോൾ ഒന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. റിലേഷൻഷിപ്പ് റീഡിംഗിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് യു വേഴ്സസ് തേർഡ് പാർട്ടി എന്നാണ്. ഓക്കെ, അതായത് ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ മാത്രം കാണാം. അതായത് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ പേഴ്സണിന്റെ ലൈഫിൽ വേറെ വ്യക്തി ഉണ്ട്. അവര് ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം ഓൾറെഡി. ഓക്കെ, വേറെ എക്സ് ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെയാവാം. ഫാമിലി എന്ന രീതിക്കല്ല. ഓക്കെ, മീൻസ് ഫാമിലി മീൻസ് അമ്മ പാരൻസ് അങ്ങനെ രീതിക്കല്ല. ഇത് നമ്മൾ പറയുന്നത് ഒരു വേറെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. ഓക്കെ, വേറെ ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പ് ആയിട്ട് ഫാമിലി ആവാം, ഹസ്ബൻഡ് ഓർ വൈഫ് ആവാം, അല്ലെങ്കിൽ വേറെ ഒരു ബന്ധം, ചിലപ്പോൾ മാരേജ് ഫിക്സ് ചെയ്തതായിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു വ്യക്തി വേറെ അവരുടെ ലൈഫിലുണ്ട് എന്ന് ഉറപ്പുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇല്ലാത്തവർ പ്ലീസ് ഡൗട്ട് വെച്ചിട്ട് കാണാതിരിക്കാം. ഓക്കെ, സോ യു വേഴ്സസ് തേർഡ് പാർട്ടിയാണ് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോടുള്ള ഫീലിങ്സ് ആൻഡ് നിങ്ങളുടെ പേഴ്സണിനോടുള്ള ഫീലിങ്സ്, നിങ്ങളുടെ അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ് എന്ന രീതിക്കൊക്കെ നമുക്ക് എടുക്കാം. ആൻഡ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറച്ച് ഗൈഡൻസ് ആയിട്ട് നോക്കാം. ഓക്കെ, ഒറക്കിൾ കാർഡ്സ് വെച്ചിരുന്നില്ല ഞാൻ. ഓക്കെ ഓക്കെ ഐ തിങ്ക് ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണ്ടി എടുക്കാം. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സന്റെ ആദ്യം ഫീലിങ്സ്, തോട്ട്സ്, ഈ റിലേഷൻഷിപ്പ് എങ്ങോട്ട് പോകുന്നു, അവരുടെ മനസ്സിൽ നിങ്ങളോടായിട്ട് എന്താ ആഗ്രഹം, അങ്ങനെ നോക്കാം. ഓക്കെ, വ്യൂവേഴ്സിനോട് പേഴ്സന്റെ ഫീലിങ്സ്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് അവരെന്താ ചിന്തിക്കുന്നത്. വാവ്. ഓക്കെ, ആൻഡ് ഈ റിലേഷൻഷിപ്പില് എന്ത് വേണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്, മുന്നോട്ട് എന്ത് വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നൈസ്. ഓക്കെ, ഇതിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ടുവേർഡ്സ് എന്തായിരിക്കും അവരൊരു ആക്ഷൻ. ഓക്കെ, ഞാൻ ക്ലാരിഫിക്കേഷൻ എടുക്കാം. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഒരു ഔട്ട്കം യൂണിവേഴ്സ് എന്താ പറയുന്നത്. ഓക്കെ, ഗ്രേറ്റ്. നയൻ ഓഫ് പെന്റക്കിൾസ് എന്താണ്. ഓക്കെ ഓക്കെ, ഞാൻ ജസ്റ്റ് കൺഫേം നോക്കിയതാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള നോക്കാം നമുക്ക്. പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്. അവരെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്. അവരുമായിട്ട് മുന്നോട്ട് എന്താണ് ആഗ്രഹിക്കുന്നത്. പേഴ്സന്റെ ആക്ഷൻ എന്തായിരിക്കും അങ്ങോട്ട്. ആൻഡ് ഓക്കെ, അതിവിടെ ഒരു ഔട്ട്കം യൂണിവേഴ്സ് എന്താ പറയുന്നത്. ഓക്കെ, ഗ്രേറ്റ്. ക്ലാരിഫിക്കേഷൻ വേണം തോന്നുന്നില്ല എനിക്ക്. ഫൈനൽ ഔട്ട്കമ്മിന് മാത്രം ഒന്ന് എടുത്തേക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ചത് തന്നെ. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്ന നിങ്ങളുമായിട്ടുള്ള ഫീലിങ്സ് പറയുമ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് പേജ് ഓഫ് പെന്റിക്കിൾസ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ് എന്ന രീതിക്ക്, അതായത് ഒരു ബന്ധം, നമ്മൾ പറയില്ലേ ഒരു ബന്ധം മുന്നോട്ട് വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു സ്റ്റെപ്പ് സോറി പറഞ്ഞു വരിക നിങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങളോടൊരു ഓഫറുമായിട്ട് വരിക, റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഓഫറുമായിട്ട് വരുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. സോ അവർക്ക് താല്പര്യമുണ്ട്, ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതും പെന്റിക്കിൾസ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ശരിക്കും നമ്മളൊരു പ്രോപ്പറായിട്ട് ഒരു ബന്ധം എന്ന രീതിക്ക് തന്നെയാണ് അവരെ മനസ്സിലവർ കണക്കാക്കുന്നത്. പക്ഷെ പേജ് ആയതുകൊണ്ട് നമ്മൾ പറയും ഒരല്പം യങ് എനർജി പറയും. അതായത് ഒരു തുടക്കത്തിന്റെ ഒരു ഫീലിംഗ് ആണ്. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ പരിചയപ്പെട്ടത് ഇപ്പോഴായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് അങ്ങനെ ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെക്കാട്ടിൽ യങ് ആയിരിക്കാം, അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് അവർ ബിഹേവിയർ അങ്ങനെ ആയിരിക്കും. എന്നിട്ട് അവർ കുറച്ചുകൂടി എപ്പോഴും ഒരു സീരിയസ് ആയിട്ട് എടുക്കാതെ ലൈഫിനെ വളരെ ഒരു മെച്യൂരിറ്റി കുറവായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് ഇപ്പോൾ ഡെവലപ്പ് ആവാൻ തുടങ്ങുന്നേ ഉള്ളൂ എന്ന് പറയാം. കുറച്ചുകൂടി സീരിയസ് ആവാൻ അവർ തുടങ്ങുന്നു എന്ന് പറയാം. ഓക്കെ, നിങ്ങളെ കാണുന്നത് ക്വീൻ ഓഫ് വോൺസ് എനർജി, അതായത് നിങ്ങളെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ വളരെ ബോൾഡാണ്, നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്. ആക്ച്വലി അവരാണ് അപ്പോൾ ഇമ്മച്യൂർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ കുറച്ചുകൂടി ബോൾഡായിട്ടാണ് അവർക്ക് തോന്നുന്നത്. നിങ്ങളെ കാണാൻ ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവുകളുണ്ട് പലതരത്തിൽ. ഒരു അട്രാക്ഷൻ, വളരെ സ്ട്രോങ് അട്രാക്ഷനാണ് നിങ്ങളോട് തോന്നുന്നത്. സോ അട്രാക്ഷൻ മാത്രമല്ല, നിങ്ങളോട് ആ ഫീലിങ്സ് എല്ലാം അവർക്കുണ്ട്. തീർച്ചയായിട്ടും വളരെ
ജെന്യുവൻ ആയിട്ടുള്ള ഫീലിങ്സ് ആണ് കാണുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു ഫുൾ മെച്യൂർഡ് ലെവൽ എത്തിയിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഒരു ചെറിയൊരു ഡ്രോബാക്ക് പക്ഷെ ഉണ്ട്, ഫീലിങ്സ് ഉണ്ട് അവർക്ക്. തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിനെ മുന്നോട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുപോകണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ബാലൻസ് ചെയ്യാൻ ആക്ച്വലി ഇന്റൻഷൻ എന്താണ് ആഗ്രഹം, നമ്മൾ ബാലൻസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് നമ്മൾ പറയില്ലേ, ഒരു സിറ്റുവേഷൻ ബാലൻസ് ചെയ്ത് നമ്മൾ നല്ലൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലാണ് ഇവിടെ രണ്ട് വ്യക്തികൾ ചേർന്ന് ഒന്നിച്ച് നമ്മളൊരു എഫേർട്ട് ഇട്ട് ഒരു റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അവർക്ക് അതാണ് ആഗ്രഹം. എങ്കിൽ അവർക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്യൂച്ചർ അവർക്ക് എന്താ അവരുടെ ആ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ എന്ന് പറയുമ്പോൾ 9 ഓഫ് പെന്റിക്കിൾസ് ആണ്. അപ്പോൾ 9 ഓഫ് പെന്റിക്കിൾസ് എനിക്കൊരു ലേശം ഇത് ഞങ്ങൾ കുറച്ചൊരു ഇൻഡിപെൻഡന്റ് എനർജി എന്ന് പറയും, അതായത് ഒരു തനിച്ച് നിൽക്കുന്ന ഒരു ഇതായിട്ട് എടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല എനിക്ക് മനസ്സിലായത്. ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ അതായത് കുറച്ചുകൂടി മെച്യൂർഡ് ആവാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഓക്കെ, അവർ ഒരു പണത്തിൻ്റെ കാര്യത്തിൽ മേ ബി അവർക്ക് കുറച്ചുകൂടി ഏർണിംഗ് ഉണ്ടാക്കുക, കുറച്ചുകൂടി നല്ലൊരു ജോലി, കുറച്ചുകൂടി അവരൊരു ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുന്ന തരത്തിലാണ് എനിക്ക് കാണുന്നത്. അതായത് ഫൈനാൻഷ്യലി ഫൈനാൻഷ്യൽ അവർ കുറച്ചുകൂടി അവർ സ്വന്തം അവർക്ക് അതായത് കുറച്ചുകൂടി പണം ഉണ്ടെങ്കിലാണ് നമുക്കൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലേ. ഇവിടെ ഏസ് ഓഫ് പെന്റിക്കിൾസും ഉണ്ട്. സോ തീർച്ചയായിട്ടും അവർ ആൻഡ് അതുപോലെ ഇവിടെ 10 ഓഫ് സോർഡ്സ് ഉണ്ട്. മുൻപ് അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റിയിട്ട് അവർ കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളോട് നിൽക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഈ ഒരു എൻഡിങ് നിങ്ങൾ തമ്മിൽ വന്ന പോലെയുണ്ട്. നിങ്ങൾ തമ്മിലൊരു മുമ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വിഷമിപ്പിച്ചു നിങ്ങളെ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. അതായത് അവരെ മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാം എന്ന് പറഞ്ഞ് മേ ബി മുൻപ് ഇത്രയും കാലം ചെയ്ത് കാണില്ല, ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം. ബട്ട് ഇവിടെ അവർ മെച്യൂർഡായിട്ട് കുറച്ച് മാറ്റങ്ങൾ അവരിൽ വരുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. അവർ കുറെ കൂടി ലൈഫിനെ സ്റ്റേബിൾ ആക്കാനും നിങ്ങളുമായിട്ട് ഒരു നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുന്ന ഒരു സ്റ്റെപ്സ് എടുക്കുന്നതാണ് എനിക്ക് കാണുന്നത്. അവരുടെ ആക്ഷൻ അതാണ്. അവർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തുനിന്ന് അതായത് അവർ നിങ്ങൾക്കൊരു ഓഫർ തരാൻ അതിനുള്ള മെച്യൂരിറ്റി അവരിൽ വരും. അതൊരു ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് തിങ്, ഫൈനാൻഷ്യലി കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കാനൊക്കെ അവർ ശ്രമിക്കും. കാരണം അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്കൊരു നല്ലൊരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ മാരേജ് ഒക്കെ ചെയ്യണം അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി എൻഡിങ് ഓഫ് അങ്ങനെയാവാം. അവർ മുമ്പ് ഒരു സിംഗിളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സപ്പോസ് സിംഗിൾ ആണെങ്കിൽ ആ സിംഗിൾ ഇത് മാറ്റിയിട്ട് അവർ നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആവാനാണ് ആഗ്രഹിക്കുന്നത് കുറച്ച് പേർക്ക്. അല്ലാത്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരു അകൽച്ചയോ ഒരു മാറിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ അതിനെയൊക്കെ അവസാനിപ്പിച്ച് നിങ്ങളുമായിട്ടൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ അവർ വരാൻ തയ്യാറാണ് എന്നാണ് കാണുന്നത്. ആൻഡ് ഫൈനൽ ഔട്ട്കം യൂണിവേഴ്സും പറയുന്നത് എംപ്രസ് ആണ്. എംപ്രസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മാരേജ് കാർഡായിട്ട് എടുക്കാം, വൈഫ് ഹസ്ബൻഡായി അങ്ങനെ എടുക്കാം, മാരേജ് എന്ന രീതിക്ക് എടുക്കും. അല്ലെങ്കിൽ നിങ്ങളെ ലൈക്ക് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു നമ്മൾ പറയില്ലേ ഒരു ഫുൾഫിൽമെന്റ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. അങ്ങനെയാണ് അവർ ഇതിനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ 7 ഓഫ് വോൺസ് ആണ് ക്ലാരിഫിക്കേഷൻ എനിക്ക് കിട്ടിയത്. അതായത് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈക്ക് ഇപ്പോൾ ഫാമിലിയുടെ മുമ്പിൽ പറയാം, അല്ലെങ്കിൽ അവർക്ക് ലൈക്ക് എങ്ങനെയാണോ നിങ്ങളെ അവരുടെ ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക അതിനുവേണ്ടി അവർ എല്ലാം ശ്രമിക്കും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. സോ അതിന് ശ്രമിച്ചാൽ ഇവിടെ നിങ്ങളുമായിട്ട് ഒരു മുന്നോട്ട് ഒരു പ്രോപ്പറായിട്ടൊരു ഫ്യൂച്ചർ നിങ്ങൾ ഒന്നിച്ച് കമ്മിറ്റഡ് ആയിട്ടൊക്കെ ഒരു ഫ്യൂച്ചർ. മാരേജ് എല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല, നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അല്ല ഇപ്പോൾ അവർ സപ്പോസ് ഇത് അവരുടെ ഒരു മാരേജ് സിറ്റുവേഷൻ നമ്മുടെ തേർഡ് പാർട്ടി ഇവിടെ ഉണ്ട്. എന്ത് തന്നെയായാലും അവർ എവിടെയായാലും നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്ത് നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കും എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ ഉണ്ട്, പാഷൻ ഉണ്ട്, നിങ്ങളുമായിട്ട് മുന്നോട്ട് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ ഇവിടെ 6 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. 6 ഓഫ് സോർഡ്സ് പറയുമ്പോൾ തന്നെ അവർ അവിടെ ഒന്ന് മുന്നോട്ട് ലൈക്ക് ഒരു സിറ്റുവേഷൻ വിട്ടു മാറി പോകുന്ന രീതിക്കാണ് നമ്മൾ പറയാം, മൂവിങ് ഓൺ എന്ന രീതിക്കാണ് പറയാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണും ഐ തിങ്ക് ഓൾറെഡി തേർഡ് പാർട്ടിയുമായിട്ട് സെപ്പറേഷൻ ആയിരിക്കാം. ഇപ്പം മേ ബി അവർ മാരീഡ് ആയാലും ശരി, അല്ല മാരേജ് അല്ല വേറെ ഒരു റിലേഷൻഷിപ്പ് ആയാലും ശരി. ഒരു എക്സ് ആണ് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻഷിപ്പിന് ഇവർ മൂവ് ഓൺ ചെയ്തതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലാണ് കാണുന്നത്. പക്ഷേ അവിടെ എന്താണെന്ന് വെച്ചാൽ പേജ് ഓഫ് സോർട്സ് എനർജി ഉണ്ട് അവിടെ. അപ്പം ഇപ്പോഴും അവിടെ ചില ഫുള്ളായിട്ട് എൻഡായി എന്ന് വിളിക്കാൻ നമുക്ക് പറ്റില്ല. ഫുള്ളായിട്ട് എൻഡായി പോയിട്ടില്ല. അവർ തമ്മിലൊരു അകൽച്ച ഉണ്ടാവാം, അവർ തമ്മിൽ അല്ലെങ്കിൽ ഒരു ഞാൻ 2 സിറ്റുവേഷൻ പറയാൻ ശ്രമിക്കാം. ഒന്ന്, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ അകന്നിട്ടുണ്ട്, സപ്പോസ് നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി വിട്ട് മാറുന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇപ്പോഴും അത് ഫുള്ളി അങ്ങോട്ട് അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും അവിടെ മേ ബി ഒരു നമ്മൾ പറയില്ലേ ഒരു സ്പൈയിങ് എനർജി ഉണ്ട്. നിങ്ങളുടെ പേഴ്സണിൻ്റെ മേലെ തേർഡ് പാർട്ടി കണ്ടുവയ്ക്കാൻ നോക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഇടയിൽ ഒന്ന് നോക്കുന്നുണ്ടാവാം. കാരണം ഇവിടെ ഒരു തരം 6 ഓഫ് വോൺസ് എനർജിയാണ്. അതായത് ആ റിലേഷൻഷിപ്പിൽ ആ ബന്ധത്തിൽ ഇവിടെയും 6 ആണ്, ഇതും 6 ആണ്. സോ എവിടെയോ നിങ്ങളുടെ പേഴ്സൺ അത്ര വേഗം അതങ്ങോട്ട് വിട്ട് കളയാൻ അവർക്കും പറ്റുന്നുണ്ടാവില്ല. മേ ബി ഒരു ഈഗോയിൻ്റെ കാര്യമായിരിക്കും. ഇവിടെ നമ്മൾ പറയുന്നത് 6 ഓഫ് വോൺസ് പറയുന്ന ഒരു വിക്ടറി എന്ന രീതിയിലാണ്. നിങ്ങളുടെ പേഴ്സണ് അവിടെ തോറ്റു കൊടുക്കാൻ ഒരു മനസ്സിലാന്ന്
എന്ന് പറയില്ലേ, എവിടെയോ അല്ലെങ്കിൽ ഒരു വാലിഡേഷൻ കിട്ടിക്കാണും ഈ തേർഡ് പാർട്ടിയിൽ നിന്ന്. ഒരു വാലിഡേഷൻ, അതായത് നമ്മളെ ഒരാൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു നമ്മളെ ഒരാൾ നമ്മുടെ പിന്നാലെ നടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ഒരു എന്തോ ഒരു വാലിഡേഷൻ അവിടെ അവർക്ക് കിട്ടിയിരുന്നു ആ ബന്ധത്തിൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അതിന് ഫുള്ളി അവർക്ക് വിട്ടുകളയാനും സാധിക്കാത്ത പോലെയാണ് എനിക്ക് കാണുന്നത്. എനിവേ, പക്ഷെ മാറാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, മാറാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് ഫുള്ളി എൻഡ് ആയ പോലെ തോന്നുന്നില്ല, അത്രമാത്രം. ഓക്കെ, ബട്ട് 7 ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ പക്ഷെ അവിടെ ഇപ്പോൾ 7 ഉണ്ട്, ഇവിടെയും 7 ഉണ്ട്, 7 ഓഫ് വാൻഡ്സ് ആണ്. സോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവിടെ ഒരു ഡിഫെൻസീവ് ആയിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് അതിലങ്ങനെ എനർജി കൊടുക്കുന്നില്ല, ആ റിലേഷൻഷിപ്പിൽ എനർജി കൊടുക്കുന്നില്ല. ആ റിലേഷൻഷിപ്പിൽ അവർ തമ്മിൽ ഒരു അകൽച്ചയായിരിക്കാം, ഒരു എന്താ പറയുക, എപ്പോഴും ഒരു നമ്മൾ പറയില്ല ചാലഞ്ചസ് ഉള്ള പോലെയാണ് അവിടെ എനിക്ക് കാണുന്നത്. എന്ന് മാത്രമല്ല അവിടെ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന രീതിക്കാണ് പേഴ്സൺ ശ്രദ്ധിക്കുന്നത്. എനിക്ക് 7 ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നമ്മൾ അവിടെ ഞാൻ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു ഗ്രോത്ത് ഇല്ല എന്ന് പേഴ്സണിന് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ അവിടെ തീരെയും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ അവിടെ അവര് പേഴ്സണൽ പറഞ്ഞ ആക്ഷൻ അവിടെ അവർ ഇനി അവർ ആ റിലേഷൻഷിപ്പിൽ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. സമയമായാലും ശരി, സ്നേഹമായാലും ശരി, അവിടെ അറ്റൻഷൻ ആയാലും ശരി, ഒന്നും അങ്ങോട്ട് കൊടുക്കാൻ അവർ തയ്യാറല്ല എന്ന രീതിയിലാണ് കാണുന്നത്. ആൻഡ് ഇവിടെ 7 ഓഫ് വാൻഡ്സ് ആക്ച്വലി ഇവിടെയും വന്നിരുന്നു നേരത്തെ. യെസ്, ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്ന കാര്യമാണ് പറഞ്ഞ്, ഇവിടെ പേഴ്സന്റെ അത് നമ്മൾ പറയില്ല അകറ്റി നിർത്തുന്ന ഒരു എനർജിയാണ് എനിക്ക്. കാരണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഇവിടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരേ കാർഡിന്റെ നമുക്ക് 2 മീനിങ് വരും. കാരണം ഇവിടെ വരുന്ന കാർഡ്സിനെ വെച്ച് ഒന്നിച്ച് നമ്മൾ വായിക്കുമ്പോൾ വരുന്നതാണ്. ഇവിടെയും ആക്ച്വലി ഇത് അഗെയിൻ ഇവിടെയും നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടി ഇനി സ്റ്റാൻഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ഓക്കെ, സോ ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടിയാണ്. കാരണം ഇവിടെ ലാസ്റ്റ് വന്നത് നമുക്ക് ഔട്ട്കമ്മിലേക്ക് ടവറും ലവേഴ്സും ഒക്കെയാണ് കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിക്കുന്നു എന്നാണ്. ഓക്കെ, ഒരു എൻഡിങ് അവിടെ വരുന്നു എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ശരിക്കും മനസ്സിലാക്കും ദാറ്റ് ലൈഫിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷൻ എന്താണ്, നിങ്ങളുമായിട്ടുള്ള സ്പിരിച്വൽ കണക്ഷനെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നതാണ് എനിക്ക് കാണുന്നത്. യെസ്, അവരെ കൺഫ്യൂഷൻ മാറും. ഓക്കെ, അവരെ കൺഫ്യൂഷൻ ഉണ്ടാവും. അവരെ ഒരു മനസ്സിൽ തേർഡ് പാർട്ടിയുമായിട്ട് അവർക്ക് ശരിക്കും മനസ്സിലാവും തേർഡ് പാർട്ടി നല്ലൊരു ഇതായിരുന്നില്ല എന്ന രീതിക്ക് അവർ മനസ്സിലാക്കും. അത് വിട്ട് ഇപ്പോൾ മാരേജ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് വിട്ട് വരുമോ എന്നുള്ള രീതിക്ക് നമുക്ക് ചിന്തിക്കാൻ ഇത്തിരി അത് കുറച്ചുകൂടി നമ്മൾ സിറ്റുവേഷൻ ഓരോരുത്തർക്കും വേറെ വേറെ ആയിരിക്കും, സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട്. പക്ഷെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ചോയ്സ് എടുക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഈ സിറ്റുവേഷൻ ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ഇവിടെ എൻഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടി എൻഡ് ആവുന്നതായിട്ട്. മാരേജ് അല്ല, അപ്പോൾ സപ്പോസ് വേറെ റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അത് എൻഡ് ആവുന്നതാണ് എനിക്ക് കാണുന്നത് ഇവിടെ. ഓക്കെ, എനിവേ ഫീലിങ്സ് വൈസ് നിങ്ങളോട് തന്നെയാണ്, അവരുടെ സ്നേഹം ഇഷ്ടം എല്ലാം നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്കിവിടെ കുറച്ച് കാർഡ്സ് എടുത്തേക്കാം. ട്രൂ ലവ്. ഓക്കെ, റീഡയറക്റ്റ് യുവർ തോട്ട്സ്, ലീവ് യുവർ ഫിയേഴ്സ് ബിഹൈൻഡ്, forgive and release. Sorry. Okay. One more. Unbreakable love and wow. Be honest എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തമ്മിൽ സംസാരം വരും. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷൻ വരും, തുറന്ന സംസാരങ്ങൾ വരും. സിറ്റുവേഷൻ നിങ്ങൾ തമ്മിൽ പരസ്പരം പറഞ്ഞ് ക്ലിയർ ആക്കാൻ സാധിക്കും. നിങ്ങൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ അവിടെ എന്തായിരുന്നു അല്ലെങ്കിൽ ഏതായിരുന്നു അത് വിട്ടു വരുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തമ്മിൽ ഒരു തുറന്ന സംസാരം കാണുന്നുണ്ട്. ദേ ആർ ദ വൺ എന്നും പറയുന്നത് യു ഓൾറെഡി മെറ്റ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തി തന്നെയാണ്, നിങ്ങളുടെ പാർട്ട്ണർ തന്നെയാണ്, ഇത് സോൾ പാർട്ട്ണർ തന്നെയാണ്. ഓക്കെ, മാരേജ് എന്ന് വിട്ടേക്കുക, ആ ഒരു കാര്യം വിട്ടേക്കുക. ബട്ട് ഫീലിങ്സ് വൈസ് ആൻഡ് റിലേഷൻഷിപ്പ് വൈസ് യെസ് നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ ആണിത്. ട്രൂ ലവ് എന്ന് പറയുന്നുണ്ട്. ദിസ് എ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം. നിങ്ങൾ തമ്മിലുള്ളത് ശരിക്കും മുമ്പിൽ എന്ത് കാണുന്നു, തേർഡ് പാർട്ടി ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞേക്കുക. ബട്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം, ഓക്കെ, അത് അത്രയും ആക്ച്വലി ലവേഴ്സും ഉണ്ടായിരുന്നു നമുക്കിവിടെ. സോ യെസ്, നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ നമുക്കൊരു പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ്. നിങ്ങളോട് പറയുന്നത് ഒന്ന്, നിങ്ങളുടെ ഫിയേഴ്സ് പിന്നാലെ വിടുക. അതായത് എന്ന് വെച്ചാൽ നിങ്ങളുടെ പേടികൾ, നിങ്ങളുടെ മനസ്സിൽ വരുന്ന കൺഫ്യൂഷൻ, പേടി തേർഡ് പാർട്ടിയിലല്ലേ, തേർഡ് പാർട്ടി ആയിരിക്കുമോ എന്ന രീതിക്കൊന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. നിങ്ങളോട് അത് വിട്ട് കളയാനാണ് പറയുന്നത്. ഫൊർഗീവ് ചെയ്ത് വിടാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സപ്പോസ് നിങ്ങളെ പരിചയപ്പെട്ട ശേഷമാണ് തേർഡ് പാർട്ടിയിലേക്ക് പോയതെങ്കിൽ അവരെ മാപ്പ് കൊടുക്കാൻ പറയുന്നുണ്ട്. അല്ല, ഈവൻ അതർവൈസ് നിങ്ങൾ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ നിങ്ങൾ അവരെ മാപ്പ് കൊടുക്കുക. ബിക്കോസ് സിറ്റുവേഷൻ സാഹചര്യങ്ങൾ എല്ലാവർക്കും നിങ്ങൾ ചിലപ്പോൾ ബോൾഡായിട്ട് ആക്ഷൻസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, സൊസൈറ്റി അങ്ങനെ ഇങ്ങനെ ഫാമിലി മറ്റേ തടസ്സം ഈ തടസ്സം ഒക്കെ കുറേ ആലോചിച്ചിട്ട് എല്ലാവർക്കും ഒരു ബോൾഡായിട്ടൊരു ഇത് എടുക്കാൻ പറ്റില്ല. അവരെ ഫൊർഗീവ് ചെയ്ത് വിട്ടേക്കാം. ഓക്കെ, ആൻഡ് നിങ്ങളോടും പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ പേടികൾ എനിക്ക് വരുമ്പോൾ തേർഡ് പാർട്ടിയോടാണോ അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങളത് മാറ്റുക, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയാം. ആൻഡ് റീഡയറക്റ്റ് യുവർ തോട്ട്സ്. നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകളിലേക്ക് വരാം. ഫോക്കസ് ഓൺ വാട്ട് യു വാണ്ട്.
നിങ്ങൾക്ക് ഇതിൽ എന്താ വേണ്ടത് റിലേഷൻഷിപ്പിൽ? ഓക്കെ, നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത് അത് ആദ്യം നിങ്ങൾ തീരുമാനിക്കൂ, എന്നിട്ട് അതിലേക്ക് ഫോക്കസ് കൊടുക്കൂ. നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കാം, നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക, അതിലേക്ക് ഫോക്കസ് കൊടുക്കാം. ഓക്കെ, പേഴ്സൺ അവിടെ സൈഡിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ എനർജി എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അത് തന്നെ നടക്കും. ഓക്കെ, സോ പോസിറ്റീവായിട്ട് ഫോക്കസ് ഓൺ വാട്ട് യു വോണ്ട് ടു അട്രാക്ട് ഇൻ ദിസ് റിലേഷൻഷിപ്പ്, നോട്ട് ഓൺ വാട്ട് യു ഫിയർ വിൽ ഹാപ്പൻ. അത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പേടികളാണ് ഇവിടെ ഏറ്റവും വലിയ തടസ്സം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തേർഡ് പാർട്ടി ഉണ്ടല്ലോ, തേർഡ് പാർട്ടിയോടായിരിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് തന്നെ നടക്കും. സോ അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. സോ കീപ് യുവർ തോട്ട്സ് പോസിറ്റീവ്. തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും നമ്മൾ അവരെ ആരെയും ഒരു ഹാം വരാനല്ല പ്രാർത്ഥിക്കേണ്ടത്, അങ്ങനെയല്ല കേട്ടോ, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പക്ഷെ നിങ്ങളോടുള്ള ഒരു മനസ്സിലുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഓക്കെ, അത് സ്ട്രോങ് ആയിട്ട് നിൽക്കാനും നിങ്ങളുടെ സ്നേഹം ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാനും ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക. തേർഡ് പാർട്ടി ഇപ്പോൾ കാർമിക്കൊക്കെ ആണെങ്കിൽ അത് ചില സമയത്ത് ഒഴിഞ്ഞു പോകാനുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് പോട്ടെ എന്ന് വേണം പ്രാർത്ഥിക്കാൻ. അവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, ഇതിൽ നിന്ന് എല്ലാവരും ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ, അങ്ങനെയൊക്കെ വേണം പ്രാർത്ഥിക്കാൻ. ഓക്കെ, അൺബ്രേക്കബിൾ ലവ് നിങ്ങൾ തമ്മിൽ, ദ പേഴ്സൺ ഹാസ് ജെനുവിൻ ലവ് ഫോർ യു. യു ക്യാൻ ഓവർകം എനി ഇഷ്യൂസ് ദാറ്റ് മേ അറൈസ്. സി, നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് നിങ്ങൾക്ക് എന്തും സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ പറ്റും. നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഉണ്ടാവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, എന്തൊക്കെ ഇടയിൽ തടസ്സം വന്നാലും നിങ്ങൾ വീണ്ടും ഒന്നിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, സോ വളരെ പോസിറ്റീവായിട്ട് എടുക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക. ഓക്കെ, നെഗറ്റീവ് തോട്ട്സ് വരാതിരിക്കുക മനസ്സിൽ. ഓക്കെ, പോസിറ്റീവ് ചിന്ത വയ്ക്കുക എപ്പോഴും. ഓക്കെ, എനിവേ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.